ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ ഫാത്തിമത്തുരുത്ത് എന്ന കവിതാഭാഗം ഞാൻ ചൊല്ലിയിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ തുടർച്ചയായി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫാത്തിമത്തുരുത്ത് എഴുതിയിരിക്കുന്നത് കുരീപ്പുഴ ശ്രീകുമാർ എന്ന കവിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. കൊല്ലം ജില്ലയിലെ കുരീപ്പുഴയിൽ 1955 PN ശാസ്ത്രിയുടെയും K കമലമ്മയുടെയും മകനായി ജനിച്ചു. കൊല്ലം SN കോളേജിൽ പഠിച്ചു. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കവിതാരചനയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ചു. വിദ്യാഭ്യാസ വകുപ്പിൽ ജീവനക്കാരനായിരുന്നു. ആധുനികാന്തര തലമുറയിലെ ശ്രദ്ധേയനായ കവിയാണ് കുരീപ്പുഴ ശ്രീകുമാർ. ആഫ്രോ ഏഷ്യൻ യങ് റൈറ്റേഴ്സ് കോൺഫറൻസിൽ ഇന്ത്യയെയും ദേശീയ കവി സമ്മേളനത്തിൽ മലയാളത്തെയും പ്രതിനിധീകരിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ പെണ്ണുണ്ണി, ശ്രീകുമാറിൻ്റെ ശ്രദ്ധകൾ, അമ്മ മലയാളം, കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ലേഖനങ്ങൾ തുടങ്ങി ഒട്ടേറെ കൃതികളുണ്ട്. പുരസ്കാരങ്ങൾ: കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ആശാൻ സ്മാരക കവിതാ പുരസ്കാരം, വൈലോപ്പിള്ളി പുരസ്കാരം, അബുദാബി ശക്തി അവാർഡ്, സംസ്ഥാന ബാലസാഹിത്യ അവാർഡ്, പുനലൂർ ബാലൻ ഫൗണ്ടേഷൻ അവാർഡ്, ഭീമ ബാലസാഹിത്യ അവാർഡ്, മഹാകവി P പുരസ്കാരം, കേസരി പുരസ്കാരം, ഡോക്ടർ AT കോവൂർ, MC ജോസഫ് പവനൻ പുരസ്കാരങ്ങൾ തുടങ്ങി ഒട്ടനേകം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി ഫാത്തിമത്തുരുത്ത് എന്ന കവിതാഭാഗത്തിലെ ആശയങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പം ഫാത്തിമത്തുരുത്ത് അഷ്ടമുടിക്കായലിലെ ദ്വീപിലൊന്നാണ് ഇത്, ഈ ഫാത്തിമത്തുരുത്ത്. അപ്പോൾ അഷ്ടമുടിക്കായൽ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് ഈ അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ദ്വീപുകളിലൊന്നിലേക്ക് കവി നമ്മെ അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കൊന്ന് നോക്കാം. ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം, രാത്രി വഞ്ചിയിൽ നിലാവു കാണണം. അപ്പോൾ ആ കവിതയിൽ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം കവി എങ്ങനെയുള്ളൊരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം, ഈ ഫാത്തിമത്തുരുത്തിലേക്ക് ഒരു യാത്ര പോകണം. രാത്രി വഞ്ചിയിൽ നിലാവു കാണണം, രാത്രിയിൽ എന്തിലാണ് യാത്ര ചെയ്യുന്നത്? വഞ്ചിയിൽ, അല്ലേ? വഞ്ചിയിൽ. അപ്പം നിലാവ് കണ്ടുള്ള ഒരു യാത്ര സങ്കല്പിച്ച് നോക്കുക, എന്ത് രസമായിരിക്കൂലേ. പൂക്കളോട് പൂക്കളെ തിരക്കണം. പിന്നെന്താ, അവിടെ കാണുന്ന പൂക്കളോടൊക്കെ എന്തിനെ തിരക്കണം? പൂക്കളെ തിരക്കണം, അല്ലേ? പൂക്കളെ കുറിച്ച് അറിയണം. പിന്നെ രാക്കിളിക്കു കൂട്ടുപാട്ടു പാടണം. അപ്പം രാക്കിളി എപ്പോൾ ഉണ്ടാവുക? രാത്രിയിലുണ്ടാകുന്ന കിളികളിലെ, പിന്നെ പകലൊന്നും കാണാത്ത കുറേ കിളികളുണ്ട്, രാത്രിയിൽ മാത്രം ഇറങ്ങുന്നല്ലേ. ചിലർക്ക് എന്താണ്, ആ കിളികളെയൊക്കെ ശബ്ദങ്ങൾ കേട്ടാൽ എന്തുണ്ടാവും? പേടിയാണ് ഉണ്ടാവുക. അതായത് കൂമൻ, പിന്നെന്താ പല കിളികളും ഉണ്ടാവും, നത്ത് പോലുള്ള കിളികളൊക്കെ, അല്ലേ. പക്ഷെ അവിടെ ഏത് കിളികളാന്നുള്ളത് നമുക്ക് കവിക്ക് അറിയും പോലെ നമുക്കറിയില്ല. പിന്നെ രാക്കിളിക്കു കൂട്ടുപാട്ടു പാടണം എന്നാ കവിയും ഒപ്പം പാടണം. എന്താ? രാക്കിളിക്ക് കൂട്ടായിട്ട് ഉറക്ക ഉച്ചത്തിൽ പാട്ടു പാടണം. പിന്നെയോ കായലിൽ കിനാവു കണ്ടു പായുമ, കായലിൽ കിനാവു കണ്ടു പായുന്ന പായൽ മാലയിട്ട കൊപ്ലിമീനിനെ. കൊപ്ലിമീൻ എന്ന് പറഞ്ഞാൽ ഒരു തരം കായലിലൊക്കെ ഉണ്ടാകുന്ന മത്സ്യമാണ്. കായലിൽ കിനാവു കണ്ടു പായുമ പായൽ മാലയിട്ട കൊപ്ലിമീനിനെ പൂനിലാവല വിരിച്ചിണക്കുവാൻ, പൂനിലാവ് കൊണ്ടുള്ള വല വിരിച്ചിണക്കുവാൻ ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം. അതിനൊക്കെയാണ് കവി എങ്ങോട്ട് പോകുന്നത്? നമ്മെ കൂട്ടിയിട്ട് ഫാത്തിമത്തുരുത്തിലേക്കില്ലേ. മുള്ളുവേങ്ങകൾ മഴ പെരുമ്പറ മുന്നണിച്ചെടിക്കു ചൊല്ലി ആടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായി ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. ഇനി എങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് എത്തിപ്പെടേണ്ടത്? മുള്ളുവേങ്ങകൾ, അതൊരു ചെടിയാ, മുള്ളുള്ള മുള്ളുവേങ്ങകൾ മഴ പെരുമ്പറ, മഴേൻ്റെ പെരുമ്പറയും ഒക്കെ ഉള്ള സമയത്ത് മുന്നണിച്ചെടിക്കു ചൊല്ലി ആടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായി, പട്ടണം ചുറ്റിക്കറങ്ങുന്ന ഒരു പക്ഷിയായിട്ട് ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. ഫാത്തിമത്തുരുത്തിലേക്ക് പോകണം എന്നാണ് കവി നമ്മോട് പറയുന്നത്. രോഗബാധിതർക്കിടന്നലറുമ കൂരകൾക്കു കൈവിളക്കു നൽകുവാൻ. അപ്പോൾ എന്താണ്? രോഗബാധിതർ അവിടെയുള്ള ആ തുരുത്തിൽ എന്താണ് ഉള്ള വീടുകളിലൊക്കെ എങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാതിരുന്ന് രോഗബാധിതരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൂരകൾ, കൂര പറഞ്ഞാൽ വീടുകളിലെ ചെറിയ വീടുകൾ, വലിയ വലിപ്പമൊന്നുമില്ലാത്ത കൂരകൾക്ക് കൈവിളക്കു നൽകുവാൻ, വെളിച്ചം നൽകുവാൻ
ജീവിതൗഷധം നിറച്ച സ്നേഹമേ. നമ്മൾ എന്തും കൊണ്ടാണ് പോകുന്നത്? അവരുടെ ജീവിതത്തിലേക്ക് ഔഷധം നിറച്ച സ്നേഹമേ. സ്നേഹം കൊണ്ടിട്ട് ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം. നിങ്ങൾക്കൊക്കെ കവി ആവശ്യപ്പെടുന്നത് നമ്മൾ എങ്ങോട്ട് പോകണം? ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം എന്നാണ് പറയുന്നത്. പാറിവന്ന സെപ്റ്റംബർ മുകിലുകൾ നാലു ദിക്കിലും കറുത്ത കോട്ടയായി തീക്കുടുക്കകളുടയ്ക്കുമന്തിയിൽ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. അപ്പം രാത്രി അന്തിയിൽ എങ്ങോട്ട് പോകണം? പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ നാലു ദിക്കിലും കറുത്ത കോട്ടയിലെ. അപ്പം നല്ല ഇരുട്ടിൽ തീക്കുടുക്കുകളുടയ്ക്കുമന്തിയിൽ ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം. ഈ അന്തിയിൽ എന്തുകൊണ്ടാ? തീ കൊണ്ടില്ലേ, വെളിച്ചം കൊണ്ട് എന്താ ഉടയ്ക്കുമന്തിയിൽ ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം. അങ്ങനെ നമുക്ക് എങ്ങോട്ട് പോകണം? രാത്രി യാത്രയാണ് അല്ലേ, ഫാത്തിമത്തുരുത്തിലേക്ക് പോകണം. പൂച്ചകൾ അനാഥരായ നായകൾ. അവിടെ കാണുന്ന ഓരോ കാഴ്ച, കവി കണ്ടിട്ടുള്ള കാഴ്ചകളാണ് കവി നമ്മോട് പറയുന്നത്. പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കും ഈർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞു മാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. അപ്പോൾ തോണിയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പം എന്താണ്? അഷ്ടമുടിക്കായലിൻ്റെ ഭാഗത്തുള്ള ഒരു തുരുത്തിലേക്കാണ് പോകുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. രാത്രി യാത്രയാണ്. അപ്പം കായലിലൊക്കെ ഇങ്ങനെ തോണി സഞ്ചരിക്കാൻ വേണ്ടിണ്ടാവും, നല്ല തണുപ്പുണ്ടാവൂലേ. വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും ത്യജിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. ഇനി അവിടുത്തെ ഓരോ കാര്യങ്ങൾ പറയാം. വേനലിൻ്റെ മുഷ്ടിയിൽ, വേനലിൽ എന്താ? മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും ത്യജിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ. അപ്പോൾ വേനലിൽ എന്തുണ്ടാവും? ചില ചെടികളൊക്കെ കരിഞ്ഞു പോവുകയും വേരൊക്കെ ഉണങ്ങിപ്പോവുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാലാവസ്ഥയിലാണ് ആരങ്ങോട്ട് പോകുന്നത്? ഫാത്തിമത്തുരുത്തിലേക്ക്. കവിലെ ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞു തേനുറഞ്ഞു നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ച വേവുമായി ഭാവനത്തുരുത്തിലൊന്ന് പോവണം. കവിയുടെ ഭാവനയിൽ എന്താണ്? നമ്മയും കൂട്ടി കവി എങ്ങോട്ടാ പോയിരിക്കുന്നത്? ഇപ്പം ഫാത്തിമത്തുരുത്തിലേക്ക് അല്ലേ. അപ്പോൾ ഇനി നമ്മളെല്ലാവരും തന്നെ പല യാത്രകളും ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. അപ്പം എന്താണ്? യാത്രയിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവാം. അതേപോലെ എന്താണ്? ചിലപ്പോൾ നമുക്ക് മനസ്സിൽ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലേ. ചില രാത്രി യാത്രകളൊക്കെ ആണെങ്കിൽ എന്തുണ്ടാവാറുണ്ട്? ഇപ്പോൾ വഴിയരികിലൊക്കെ പോയി കാണാം. ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പൂച്ചകളും അനാഥരായ നായകളും ഒക്കെ അല്ലേ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ചില നായകളൊക്കെ ഇപ്പോൾ എവിടെയൊക്കെയും ദൂര സ്ഥലത്തൊക്കെ യാത്ര പോകും, ചിലപ്പോൾ രാത്രിയിലൊക്കെ സഞ്ചരിക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ വിശ്രമിക്കാനൊക്കെ എവിടെ ഇരിക്കുമ്പോൾ നായകൾ വളരെ പ്രതീക്ഷയോടെ കൂടിയൊക്കെ നമ്മളുടെ അടുത്തേക്ക് ഓടി വരും. എന്തിനാ? ഒരു നേരത്തെ എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടുമെന്ന് വേണ്ടിയിട്ട് ഓടി വരാറുണ്ട്. പക്ഷെ എന്താണ്? ഇവർ ആ സ്നേഹം ഉണ്ടല്ലോ, കൊടുത്തു കഴിഞ്ഞാലല്ല അവർ ആ സ്നേഹത്തിനപ്പുറം വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യാത്രകൾ. അപ്പോൾ ഫാത്തിമത്തുരുത്ത് എന്ന് പറഞ്ഞ കവിതയിൽ കവി നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? ഈ കവിത വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഫാത്തിമത്തുരുത്തിൽ പോയി വന്ന ഒരു വിഷമം, ഒരു സന്തോഷവും അല്ലേ അതിൻ്റെ ഭാഗത്ത്. നല്ല യാത്രയാണ്, കൂടെ തന്നെ എന്താണ്? ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ചെറിയൊരു വിഷമവും തോന്നുന്നുണ്ട്. കാരണം അവിടെ എന്താ? രോഗബാധിതരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പൂച്ചകൾ, അനാഥരായ നായകൾ, ഇതൊക്കെ കവി അവിടെ കണ്ടിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫാത്തിമത്തുരുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ നോക്കാം. കവിത വായിക്കാം, ആശയം കണ്ടെത്താനുള്ള ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഫാത്തിമത്തുരുത്തിലേക്ക് പോകുമ്പോൾ കാണാനിടയുള്ള കാഴ്ചകൾ കവി വിവരിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? ഫാത്തിമത്തുരുത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത്? രാത്രി വഞ്ചിയിൽ നിലാവ് കാണുന്നുണ്ട് കവി. പിന്നെയോ പൂക്കളോട് പൂക്കളെ തിരക്കണം, പൂക്കൾ കാണുന്നുണ്ട്. പിന്നെയോ രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം, രാക്കിളികളുടെ പാട്ട് അവിടെ ഉണ്ട്. പിന്നെയോ കായലിൽ കിനാവ് കണ്ടു പായൽ മാലയിട്ട കൊപ്ലി മീനിനെ. അനേകം മത്സ്യങ്ങളുണ്ടാവും കായലിലൊക്കെ അല്ലേ. പിന്നെയോ പൂനിലാവല വിരിച്ചിണക്കുവാൻ ഫാത്തിമത്തുരുത്തിൽ. ഇതിനൊക്കെയാണ് കവി എങ്ങോട്ട് പോകുന്നത്? ഫാത്തിമത്തുരുത്തിലേക്ക് പോകുന്നത്. പിന്നെ എന്തൊക്കെയാ കാണാൻ? കാഴ്ചകൾ, ഒരുപാട് കാഴ്ചകൾ കവി കണ്ടിട്ടുണ്ട് അല്ലേ. പട്ടണം പറന്നു കണ്ട പക്ഷി. പിന്നെ രോഗബാധിതർ കിടന്നലർന്നു, രോഗബാധിതരെ കവി അവിടെ കണ്ടിട്ടുണ്ട്. പിന്നെയോ പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ നാലു ദിക്കിലും കറുത്ത കോട്ടയായി തീക്കുടുക്കുകൾ ഉടയ്ക്കുമന്തിയിൽ ഫാത്തിമത്തുരുത്തിലൊന്ന്.
അവിടെ എന്തൊക്കെയാണ് പിന്നെ കണ്ടേ? പൂച്ചകൾ, അനാഥരായ നായകൾ, കാത്തിരിക്കും ഈർപ്പമുള്ള പൊന്തയിൽ, രാത്രി മഞ്ഞ് മാക്സി, ഫാത്തിമ തുരുത്തിലൊന്ന് പോകണം അല്ലേ. പിന്നെന്തൊക്കെയാ കണ്ടത് കവി? വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ, പാനശീലം കയ്യോന്നികൾ കണ്ടു. പിന്നെ കാട്ടുമുല്ല വേരുണങ്ങിയത് കണ്ടിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാ? ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞ് തേനുറഞ്ഞു നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ച വേവുമായി ഭാവന തുരുത്തിലൊന്ന് പോകണം. അപ്പോൾ അവിടെ കവി കണ്ടിട്ടുള്ള കാഴ്ചകൾ ഈ കവിതയിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതണം. പിന്നെ രോഗബാധിതർ കിടന്നലറുന്ന കൂരകൾക്ക് എങ്ങനെ സമാശ്വാസം നൽകാമെന്നാണ് കവി ചിന്തിക്കുന്നത്. എങ്ങനെയാണ് രോഗബാധിതർ കിടന്നലറുമാ കൂരകൾക്കു കൈവിളക്കു നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണമെന്നാണ്. രോഗബാധിതർക്ക് അങ്ങനെ കിടന്ന് സങ്കടപ്പെടുന്ന ആളുകളുടെ കൂരകൾക്ക് ഒരു കൈവിളക്കാകുവാൻ, ഒരു ചെറിയ താങ്ങാകുവാൻ വേണ്ടിയാണ് ജീവിതൌഷധം നിറച്ച സ്നേഹത്തോടെയാണ് നമ്മൾ എങ്ങോട്ട് പോകേണ്ടത്? ഈ രോഗബാധിതരുടെ അടുത്തേക്ക് പോകേണ്ടത്. ഇനി വിശകലനം ചെയ്യാൻ കുറിപ്പ് തയ്യാറാക്കാമെന്നാണ്. തുരുത്തിലെ ജനങ്ങളുടെ സാമൂഹിക ജീവിതാവസ്ഥ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ആളുകളുടെ ആ ഒരു പറഞ്ഞിരിക്കുന്നത്? തുരുത്തിലെ ജനങ്ങളുടെ ജീവിതം എങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും? ഇപ്പം കായൽ പ്രദേശത്തൊക്കെ അത് ഒരു ദ്വീപാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റുപാടും വെള്ളത്താൽ പിന്നെ ചുറ്റി നിൽക്കുന്ന നടുക്ക് മാത്രം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണിത് അല്ലേ. പിന്നെ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? രോഗബാധിതർക്കിടന്നലറുമാ കൂരകൾ. അവിടെയുള്ള കൂടുതൽ ആളുകൾക്കും എന്താണ്? രോഗബാധിതരാണെന്ന് ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ള വരികളൊക്കെ കണ്ടെത്തിയിട്ട് വിശദമായിട്ട് എഴുതുകയാണ് വേണ്ടത്. ഇനി ചർച്ച ചെയ്യാനാണ്. ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം, രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം, പൂക്കളോട് പൂക്കളെ തിരക്കണം, രാക്കിളിക്ക് കൂട്ടുപാട്ടു പാടണം. കവിയുടെ ഭാവനയിൽ വിടരുന്ന ഫാത്തിമത്തുരുത്തിൻ്റെ ഭംഗി ഈ വരികളിൽ തെളിയുന്നത് എങ്ങനെയെന്നു ചർച്ച ചെയ്യുക. എന്താണ്? പൂക്കളോട് പൂക്കളെ തിരക്കണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ധാരാളം പൂക്കളൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളായിട്ട് നമുക്ക് കവിതയെന്ന് മനസ്സിലാക്കാം അല്ലേ. അതുപോലെ രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം. രാക്കിളികൾക്ക് പാട്ട് പാടുമ്പോൾ അവരുടെ കൂടെ പാടണം എന്നായിരിക്കും ആഗ്രഹമുണ്ട്, കവിക്ക് ആഗ്രഹമുണ്ട്. അതൊക്കെ നല്ലൊരു മനസ്സിന് ഒരു നല്ല ഭാവം വരുത്തുന്ന നമുക്ക് കവിത ആസ്വദിക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഈണം കണ്ടെത്താം ചൊല്ലാം എന്നാണ്. അപ്പോൾ ഈ കവിതയ്ക്ക് നല്ല ആശയവും ഭാവവും ഉൾക്കൊണ്ടിട്ട് നല്ല ഈണം കണ്ടെത്തി ഒറ്റയ്ക്കും കൂട്ടായോ എന്ത് ചെയ്യണം? ക്ലാസ്സിൽ അവതരിപ്പിക്കണം.